ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഗസ്റ്റൊക്കെ വരുമ്പോഴും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ബ്രെഡും ചീസും വെച്ചിട്ട് അധികം കുക്കിംഗ് ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ ഓവനൊന്നും ഇല്ലെങ്കിലും കുക്കർ മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു 4 പീസായിട്ട് ഇതൊന്ന് മുറിച്ചെടുത്ത് മാറ്റി വെക്കാം. ബാക്കി ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. ഓവനിലൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലതുപോലെ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഫ്ലേവറൊന്നും ഇല്ലാത്ത വെളിച്ചെണ്ണ പോലെയുള്ള ഓയിൽ ഉപയോഗിക്കരുത്. ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്താലും മതിയാവും. ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഓരോ പീസും വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരു ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ മേളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. സ്ലൈസ് ആയിട്ടുള്ള ചീസാണെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ ലെയറായിട്ടൊന്ന് ഫോം ചെയ്തെടുക്കണം. പിന്നെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒത്തിരി വലിയ തിക്കായിട്ടൊന്നും എടുക്കണ്ട. ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് എടുത്താൽ മതിയാവും. ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ കുറച്ച് ഇതുപോലെ ഒന്ന് ഓരോ ബ്രെഡിൻ്റെ മുകളിൽ ഒരു 4-5 സ്വീറ്റ് കോൺ കിട്ടത്തക്ക രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഒലീവ്സ് ഓരോ ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ 1-2 ഒലീവ്സ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തത് ഇങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ മുകളിൽ കിട്ടത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒറിഗാനോയാണ്. ഒറിഗാനോ ലീവ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി കുട്ടികൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ശേഷം ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചുള്ള ബാക്കി ചീസ് കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് ഒത്തിരി അങ്ങ് തിക്കായിട്ടൊന്നും ചീസ് ഫോം ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഫോം ചെയ്യാനായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോണ്, ഒലീവ്സും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അല്പം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീസും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ലെയർ ഫോം ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ഒരു 3 മിനിറ്റ് ഒരു 170-180 ഡിഗ്രിയിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ഹീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുക്കർ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ശേഷം ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയും ചീസിൻ്റെയും പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ഇതൊരു 6-7 മിനിറ്റ് സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ചീസൊക്കെ നല്ലപോലെ ചൂടായി നല്ല സ്പ്രെഡായി കിട്ടും. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മുടെ നല്ലൊരു ബ്രെഡ് ചീസ് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം, പിസ്സ പോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.